ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോടോക്സ്. അങ്ങനെ പ്രസിദ്ധമായ ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് പരാജയം. 22 റൺസിനാണ് ഇംഗ്ലണ്ടിനോട് ഇന്ത്യ പരാജയപ്പെട്ടത്. അവസാന നിമിഷം വരെ ആവേശത്തിൻ്റെ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഒരു പീക്ക് ലെവൽ എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റി, ആ ഒരു ത്രില്ലിങ്ങും നിലനിർത്തിയ ഒരു മത്സരത്തിൽ 22 റൺസിൻ്റെ ഒരു നിർഭാഗ്യമായ തോൽവി. അവസാന നിമിഷം വരെ പൊരുതി ഇന്ത്യക്ക് ആ ഒരു വിജയത്തിലോട്ട് എത്താനായിട്ട് സാധിച്ചില്ല. 22 റൺസ് അകലെ അവസാന ഷോയിബ് ബഷീറിൻ്റെ പന്തിൽ സിറാജിൻ്റെ വിക്കറ്റ് വീണതോടുകൂടി ഇന്ത്യൻ പ്രതീക്ഷകൾ അവസാനിക്കാനുണ്ടായത്. 2 ഇന്നിങ്സിലും അർദ്ധ സെഞ്ചുറി നേടി. അവസാനത്തെ ഇന്നിങ്സിൽ വീരോചിതമായിട്ടുള്ളൊരു 61 റൺസ്, 181 പന്തുകൾ നേരിട്ടുള്ള ആ ഒരു ഗംഭീര ഇന്നിങ്സിന് പക്ഷേ ഒരു വിജയത്തിലോട്ട് എത്തിക്കാനായിട്ട് രവീന്ദ്ര ജഡേജയ്ക്ക് സാധിച്ചില്ല. അങ്ങനെ ആ ഒരു എല്ലാ ആവേശവും മത്സരത്തിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ A to Z ആവേശങ്ങൾ നിലനിർന്ന ആ ഒരു മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു വിജയത്തിലോട്ട് അത് സാധിച്ചില്ല. എന്തായാലും നമുക്ക് മത്സരത്തിന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. 2 ഇന്നിങ്സുകളിലുമായിട്ട് 5 വിക്കറ്റ് വീഴ്ത്തുകയും ബാറ്റിങ്ങിലും നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ഫീൽഡിങ്ങിലും മികച്ച റണ്ണൗട്ടും ക്യാച്ചസും എല്ലാം കൂടി കണക്കിലെടുത്ത് ബെൻ സ്റ്റോക്സ് ആണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 2ാം ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് നേടിയ 192 എന്ന് പറയുന്ന റൺസ് താരതമ്യേന ചെറിയ സ്കോറായിട്ട് നമുക്ക് തോന്നിയെങ്കിൽ പോലും അവസാന ദിവസത്തിന് തൊട്ട് മുന്നത്തെ സെഷനിൽ ലാസ്റ്റ് വിക്കറ്റായിട്ട് ആകാശ്ദീപ് കൂടി പുറത്താകുമ്പോൾ 4 വിക്കറ്റ് ഓൾറെഡി ഇന്ത്യക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ആകാശ്ദീപിൻ്റെ വിക്കറ്റ് തന്നെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ആ ഒരു ഓവറിൻ്റെ 2ാമത്തെ പന്തിലാണ് KL രാഹുൽ സിംഗിൾ ഇടുന്നത്. 4 പന്തുകൾ ആകാശ്ദീപിനെ കൊണ്ട് നേരിടിക്കുക എന്നുള്ളത് തന്നെ ഒരു മണ്ടത്തരമായിരുന്നു. അത് ലാസ്റ്റ് ഓവറാണെന്ന് നമ്മൾ നോക്കണം. ആ ഒരു വിക്കറ്റ് കൂടി പോയോടെ ഇന്ത്യ കുറച്ചുകൂടി സ്ട്രഗിളായി. അവസാന ദിനത്തിൽ 6 വിക്കറ്റ് കയ്യിലിരിക്കുക ഇന്ത്യക്ക് 150 റൺസ് വേണമായിരുന്നു വിജയിക്കാനായിട്ട്. പക്ഷേ ഇന്ത്യക്ക് ജയിക്കാവുന്ന ഒരു സ്കോർ തന്നെയായിരുന്നു. കാരണം ക്രീസിൽ ഋഷഭ് പന്ത് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് റൺ ചേസുകൾ വളരെ ഈസി ആയിട്ട് ഒട്ടും ടെൻഷനില്ലാതെ പന്ത് നമ്മളെ പലതവണ വിജയതീരത്ത് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ പിടിയിലായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ക്രൂഷ്യലായിട്ടുള്ള ബൗൺസേഴ്സും കാര്യങ്ങളും മാത്രമാണ് ഇംഗ്ലണ്ട് ബോളേഴ്സ് എറിഞ്ഞുകൊണ്ടിരുന്നത്. പല പന്തുകളും കയ്യിലൊക്കെ തട്ടിയിട്ട് പോകണ്ടായിരുന്നു. വേദന കൊണ്ട് പലതവണയും പെയിൻ കില്ലേഴ്സും അല്ലെങ്കിൽ സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അദ്ദേഹം കീപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പരിക്കിൻ്റെ ഒരു പ്രശ്നം പന്തിനുണ്ടായിരുന്നു. 9 റൺസ് എടുത്ത് നിൽക്കുമ്പോൾ ജോഫ്ര ആർച്ചറിൻ്റെ കിടിലെ ഇൻസിംഗർ അദ്ദേഹത്തിൻ്റെ ഓഫ് സ്റ്റംപ് എടുക്കാനുണ്ടായത്. അപ്പോൾ തന്നെ ഇന്ത്യ തോൽവി ഭയന്നു എന്ന് തന്നെ പറയണം. ഒരു റിട്ടേൺ ക്യാച്ചിലൂടെ വാഷിങ്ടൺ സുന്ദറും ചെറിയൊരു ചെറുത്തുനിൽപ്പിന് ശേഷം നിതീഷ് കുമാർ റെഡ്ഡിയും പുറത്താകുമ്പോൾ ഇന്ത്യ 112-8 എന്ന നിലയിലാണ്. ലഞ്ചിന് മടങ്ങുമ്പോൾ 112-8 എന്ന നിലയിൽ ഇന്ത്യനെ എത്ര ഓവർ കൂടി സർവൈവ് ചെയ്യും എന്ന് മാത്രമാണ് ആൾക്കാർ ചിന്തിച്ചത്. ഒരു വിജയം, ഒരു സമനില, ഇത് രണ്ടും ഒരു ഇന്ത്യൻ ആരാധകർ പോലും പ്രതീക്ഷ ഉണ്ടാവില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് നടന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ കുറച്ച് പീക്ക് മൊമെൻറ്റ്സ് ആയിരുന്നു. കുറേ കാലമായിട്ട് നമ്മൾ മിസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്യുവർ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഒരു കാഴ്ചകളുണ്ട്. സമനിലയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു പൊരുതൽ, അല്ലെങ്കിൽ വിജയതീരത്തെത്തിക്കാനായിട്ട് വാലറ്റക്കാരെ കൂട്ടുപിടിച്ച് ബാറ്റ്സ്മാൻമാർ നടത്തുന്ന ചില ത്രില്ലിങ് ഇന്നിങ്സുകളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ആവർത്തനമായിരുന്നു കഴിഞ്ഞ ദിവസം ലോർഡ്സിൽ കണ്ടത്. രവീന്ദ്ര ജഡേജയുടെ ഒരു ഇന്നിങ്സ്, അദ്ദേഹം ബുംറയായിട്ട് കൂട്ടുപിടിച്ച് 132 പന്തുകൾ ഫേസ് ചെയ്ത് നേടിയ ആ ഒരു 30 റൺസ് ഇന്ത്യൻ ആരാധകർക്കൊക്കെ ഒരു പുത്തൻ ഉണർവ് നൽകിയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഒരു അനാവശ്യ ഷോട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു വാലറ്റക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറമാണ് ബുംറ വന്നത്. 54 ബോളുകളാണ് അദ്ദേഹം ഫേസ് ചെയ്തത്. ഈ ഒരു എൻ്റെ ടെസ്റ്റ് സീരീസിൽ അദ്ദേഹം കൂടുതൽ തവണയും 0 പുറത്തായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വന്ന് ഈ ഒരു കിട്ടിയത് തന്നെ ഒരു എക്സ്ട്രാ ആയിട്ടുള്ളൊരു ബോണസാണ് ഇന്ത്യക്ക്. പക്ഷേ അദ്ദേഹം പുറത്തായിട്ട് പിന്നീട് സിറാജ് വരുന്നു. സിറാജ് 30-ലധികം പന്തുകൾ നേരിടുന്നു. അപ്പോൾ ഇന്ത്യക്ക് വാലറ്റക്കാർ നൽകിയൊരു കോൺട്രിബ്യൂഷൻ പോലും ഇന്ത്യയുടെ ടോപ്പ് ഓർഡർമാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. യശസ്വി ജയ്സ്വാളിൻ്റെയൊക്കെ വിക്കറ്റ് നമുക്ക് കണ്ടറിയും, ഒരു അനാവശ്യ ഷോട്ടിനെ സംബന്ധിച്ചുള്ള വിക്കറ്റാണ്. അതുപോലെ കരുൺ നായരുടെ വിക്കറ്റ്, അതൊക്കെ ഒരു ഇന്നിങ്സിലൊരു ക്രൂഷ്യൽ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ഇംഗ്ലണ്ട് മത്സരത്തിലോട്ട് തിരിച്ചു വന്നത് അവിടെയൊക്കെയാണ്. ഓവറിൻ്റെ 4ാമത്തെ പന്തിൽ സിംഗിൾ നേടുക, അവസാനത്തെ 2 പന്ത് വാലറ്റക്കാരെ കൊണ്ട് ബാറ്റ് ചെയ്യിപ്പിക്കുക, ഓരോ ഡോട്ട് ബോളിനും ഓരോ സിംഗിളിനും ഗാലറിയിൽ നിന്ന് ഉയർന്ന കയ്യടി, ഇതെല്ലാം നടക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലാണെന്ന് ഓർക്കണം. ഒരു T20 ക്രിക്കറ്റിൻ്റെ 6കളും 4കളും വരുമ്പോഴുണ്ടാവുന്ന ആ ഒരു കയ്യടികളെക്കാളും കൂടുതലായിരുന്നു ഓരോ ഡോട്ട് ബോളിനും കിട്ടിയിരുന്ന കയ്യടി. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സാണ് കഴിഞ്ഞ ദിവസം ലോർഡ്സിൽ കണ്ടത്. അതിന് ഈ അറ്റത്ത് ചുക്കാൻ പിടിച്ച് സാക്ഷാൽ രവീന്ദ്ര ജഡേജ. കപിൽ ദേവിന് ശേഷം 7000 റൺസും 600 വിക്കറ്റുകളും നേടുന്ന ഇന്ത്യൻ താരമായിട്ട് രവീന്ദ്ര ജഡേജ മാറിയിരിക്കുകയാണ്. കപിൽ ദേവിന് ശേഷം ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ, നിലവിലെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓൾറൗണ്ടർ താനാണെന്ന് അടിയറ വിട്ടുറപ്പിക്കുന്ന മറ്റൊരു മികച്ച പ്രകടനം കൂടി. മത്സരത്തിൻ്റെ ഇടയിൽ ഹാരി ബ്രൂക്ക് പറയുണ്ടായി താൻ ഇന്ത്യൻ ടീമിലെത്താൻ യോഗ്യതയില്ല എന്നുള്ള കാര്യം. കാരണം അത്തരത്തിലുള്ള ഒരുപാട് സ്ലഡ്ജിങ്ങുകളും കാര്യങ്ങളും ബൗൺസേഴ്സും വാക്കുകൾ കൊണ്ടും രവീന്ദ്ര ജഡേജ ഓടുമ്പോഴൊക്കെ കാർസ് പിടിച്ച് വലിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ത്രില്ലിംഗ് ആയ ടെസ്റ്റ് മാച്ച് തന്നെയായിരുന്നു. അവിടെ എല്ലാം ഒട്ടും പതറാതെ കൂടി ഭയങ്കര ആ ടെമ്പർമെൻറ്റും ആ കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ പറയണം. അദ്ദേഹത്തിൻ്റെ 181 പന്തുകളാണ് അദ്ദേഹം ഫേസ് ചെയ്തത്. ലോർഡ്സിലെ ക്രിക്കറ്റ് ടെസ്റ്റ് 2 ഇന്നിങ്സുകളിലും അർദ്ധ സെഞ്ചുറി നേടുക എന്ന് പറയുന്ന മറ്റൊരു റെക്കോർഡ് കൂടി അദ്ദേഹം സ്വന്തം പേരിലാക്കി. മറ്റൊരു ഇന്ത്യക്കാരനും ആ റെക്കോർഡില്ല എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. തനിക്ക് മുമ്പേ കളി തുടങ്ങിയവരും ഒപ്പം കളിച്ചവരും ശേഷം കളിച്ച പ്ലെയേഴ്സൊക്കെ ടെസ്റ്റ് ടീമിൽ നിന്ന് ഓൾറെഡി പുറത്തായി കഴിഞ്ഞു. എന്നിട്ടും ഈ 36ാമത്തെ വയസ്സിലും ടെസ്റ്റ് ടീമിൻ്റെ അവിഭാജ്യ ഘടകം തന്നെയാണ് രവീന്ദ്ര ജഡേജ.
കഴിഞ്ഞൊരു 6 വർഷത്തെ സെനയിലെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏതൊരു ടോപ്പ് ഓർഡർ ബാറ്ററിയും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് രവീന്ദ്ര ജഡേജയുടെ ബാറ്റിംഗ് കൺസിസ്റ്റൻസി. എടുത്ത് തന്നെ പറയണം, കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നോക്കുക, 181 പന്തുകൾ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നേരിടുക, അവിടെ നിന്ന് തന്നെ 61 റൺ സ്കോർ ചെയ്യുക, ടീമിനെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരു 22 റൺസ് അകലെ മാത്രമാണ് ടീം വീണു വന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ ടീം വിജയത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ ഇന്ത്യൻ ടെസ്റ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു ഇന്നിങ്സുകളിൽ രേഖപ്പെടുത്തായിരുന്നു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. നിർഭാഗ്യം എന്ന് തന്നെ പറയണം, കാരണം സിറാജിൻ്റെ ആ ഒരു വിക്കറ്റൊക്കെ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല അങ്ങനത്തെ രീതിയിൽ അദ്ദേഹം പുറത്താവും എന്നുള്ളതൊക്കെ. എന്തായാലും രവീന്ദ്ര ജഡേജ എന്ന് പറയുന്ന പ്ലെയർ ഇനിയും ഒരുപാട് വർഷങ്ങൾ ടെസ്റ്റ് ടീമിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി തനിക്കുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു രവീന്ദ്ര ജഡേജ കഴിഞ്ഞ ദിവസം കളിച്ചത്. ഒരു T20 ഷോട്ടൊക്കെ കളിച്ച് ജയ്സ്വാളൊക്കെ പുറത്താവുന്ന ആ രീതി കണ്ടറിയാം ജഡേജയുടെ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു കൺസിസ്റ്റൻസി എത്രത്തോളം മികച്ചതാണെന്നുള്ളത്. ഒറ്റ അനാവശ്യ ഷോട്ട് പോലെ ആ ഒരു ഇന്നിങ്സിലില്ലായിരുന്നു. എനിവേ, എന്തായാലും മത്സരത്തിൻ്റെ എൻഡിൽ ഒരു തോൽവിയാണ് വഴങ്ങിയതെങ്കിൽ പോലും ആ ഒരു പോരാട്ട വീരത്തെ ആരും അധികകാലത്തേക്ക് മറക്കാനായിട്ട് ചാൻസ് ഇല്ല. മത്സരശേഷം തോൽവിയുടെ കാരണങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. എന്നാൽ പോലും ഈ ഒരു മത്സരത്തിലെ തോൽവി ഇന്ത്യ ചോദിച്ചു വാങ്ങിയത് തന്നെയാണ്. ഏറ്റവും മികച്ച രീതിയിൽ ഈ 3 ടെസ്റ്റ് മത്സരത്തിലും കളിച്ച ഇന്ത്യ തന്നെയാണ്. പക്ഷെ എന്നിട്ട് പോലും ഇന്ത്യ 2-1 പുറകിലാണ്. ആദ്യത്തെ 2 മത്സരങ്ങളിലൊക്കെ ക്യാച്ചിങ്ങിൻ്റെ ഒരുപാട് മിസ്റ്റേക്കുകൾ, ഫീൽഡിംഗ് മിസ്റ്റേക്കുകൾ കാരണമാണെങ്കിൽ ഈ മത്സരത്തിലെ കുറച്ച് മോശം തീരുമാനങ്ങളെന്ന് തന്നെ പറയാം. അതിൽ ആദ്യത്തെ ഒരെണ്ണം ഋഷഭ് പന്തിൻ്റെ റണ്ണൗട്ട് തന്നെയാണ്. ആ ഒരു ക്രൂഷ്യലായിട്ടുള്ള റണ്ണൗട്ട്, ഋഷഭ് പന്ത് ആ സമയം ക്രീസിലുണ്ടായിരുന്നെങ്കിൽ മിനിമം ഒരു 50 റൺസ് ലീഡെങ്കിൽ ഇന്ത്യക്ക് ഫസ്റ്റ് ഇന്നിങ്സ് വരുമായിരുന്നു. പക്ഷേ രാഹുലിൻ്റെ ഒരു വ്യക്തിഗത നേട്ടത്തിന് വേണ്ടി സ്വന്തം വിക്കറ്റ് പന്ത് വലിച്ചെറിയുക തന്നെയായിരുന്നു. ആ റണ്ണൗട്ട് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ കുറച്ചുകൂടി മുകളിൽ പോകാൻ. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സിൽ വന്നിട്ടുള്ള ആ ഒരു ബോൾ ചേഞ്ച് അത് എടുത്ത് തന്നെ പറയണം, കാരണം അത് അമ്പയർമാരുടെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്കാണ്. 10 ഓവറുകൾ മാത്രം ഓൾഡായിട്ടുള്ളൊരു ബോളിന് പകരം ഇന്ത്യക്ക് കിട്ടിയത് 30-40 ഓവർ ഓൾഡായിട്ടുള്ളൊരു ബോളാണ്. ആ ഒരു ന്യൂ ബോൾ അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്ന രീതിയിലായിരുന്നു ആ ബോൾ ചേഞ്ച്. അതുകൊണ്ട് തന്നെ ഏകദേശം 100 റൺസാണ് ഫസ്റ്റ് ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് ആ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് വെച്ച് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ആ ഒരു ലീഡ്, ഒരു സ്ലൈറ്റ് ലീഡ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ത്യ മത്സരത്തിലോട്ട് തിരിച്ചു വന്നതിനെ നമ്മൾ പറയുമ്പോൾ അവിടെ ആ ഒരു ചെറിയ ബോളിൻ്റെ ചേഞ്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിർണായകമായിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാസ് 60 എക്സ്ട്രാസ് വന്നതും ഇന്ത്യൻ തോൽവിക്കൊരു കാരണമായിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഫീൽഡിങ്ങിലെ മിസ്റ്റേക്കുകൾ അധികം ഇല്ലായിരുന്നെങ്കിൽ പോലും ഫസ്റ്റ് ഇന്നിങ്സിൽ ജാമി സ്മിത്തിൻ്റെ ക്യാച്ച് KL രാഹുൽ ഡ്രോപ്പ് ചെയ്തതും ഒരു വലിയ കാരണമായിട്ടുണ്ട്. കാരണം ജാമി സ്മിത്ത് പിന്നീട് 50 മുകളിൽ റൺ സ്കോർ ചെയ്യുന്നുണ്ടായി. അങ്ങനെ ഇത്തരത്തിലുള്ള ചെറിയ ഒരുപാട് മിസ്റ്റേക്കുകൾ ഇന്ത്യൻ തോൽവിക്ക് വഴിവെച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അടുത്ത ടെസ്റ്റ് മാഞ്ചസ്റ്ററിലാണ്. അവിടെയും ഇതുപോലെ കണക്ക് ബോളിംഗ് ഫ്രണ്ട്ലി വിക്കറ്റ് തന്നെയായിരിക്കും ഇംഗ്ലണ്ട് ഇടുന്നുണ്ടാവുക. പ്യുവർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അത്യാവശ്യം ബോളിംഗ് അഡ്വാൻറ്റേജ് ഉള്ള വിക്കറ്റിലോട്ട് വരുമ്പോൾ ഗില്ലിനൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തത് ഇന്ത്യൻ ടീമിന് അല്പം തലവേദന തന്നെയാണ്. കാരണം ഫസ്റ്റ് 2 ടെസ്റ്റുകളിലും അത്യാവശ്യം ബാറ്റിംഗ് ഫ്രണ്ട്ലി ഫ്ലാറ്റ് ട്രാക്കുകളായിരുന്നു. പിന്നീട് അങ്ങോട്ട് കുറച്ച് ബോളിംഗ് അഡ്വാൻറ്റേജുള്ള പിച്ചിലോട്ടൊക്കെ വരുമ്പോൾ ഗില്ല് സ്ട്രഗിൾ ചെയ്യുന്നത് അത്ര നല്ല ശുഭസൂചനയല്ല. എന്തായാലും അടുത്ത ടെസ്റ്റിൽ ഇന്ത്യ തിരിച്ചു വരുമെന്ന് തന്നെ വിചാരിക്കും. കാരണം അടുത്ത ടെസ്റ്റിലൊരു തോൽവി കൂടി വഴങ്ങുകയാണെങ്കിൽ പിന്നീട് ഈ സീരീസ് ഇന്ത്യക്ക് നഷ്ടമാവും. അപ്പോൾ ഈ അത്തരത്തിലുള്ളൊരു മോശം തുടക്കത്തിലൂടെ WTC സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. എന്തായാലും നമുക്ക് മറ്റു വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എനിവേ, താങ്ക് യു.